സഹോദരങ്ങളെ, ഇന്ന് ടോക്സ് ഓഫ് ടുഡേയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് പെട്ടെന്ന് ധനവാനാകണം, ഐശ്വര്യവാനാകണം എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് വളഞ്ഞതും തിരിഞ്ഞതുമായിട്ടുള്ള എല്ലാ വഴികളും അവലംബിച്ചുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. അങ്ങനെ ചിലപ്പോൾ പൈസ ഉണ്ടാവും, ചിലപ്പോൾ അതിനേക്കാളും വലിയ ദുരിതങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ ഉള്ള സമാധാനം ഇല്ലാത്തൊരവസ്ഥ വരും. അങ്ങനെ പല രീതിയിലും പലതിനും വേണ്ടിയിട്ട്, പണം മാത്രമല്ല, ചിലപ്പം പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അത് ചില വലിയൊരു സംഗതിയായിട്ട് കരുതിക്കൊണ്ട് പ്രശസ്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പല സംഗതികളും ചെയ്യും. ഉള്ള പ്രശസ്തി ഇല്ലാതാവും, ചീത്തപ്പേരുണ്ടാവും. അങ്ങനെ പല ദുരിതങ്ങളിലും പെടുന്ന അവസ്ഥ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധനവാനാകണം അല്ലെങ്കിൽ ഐശ്വര്യവാനാകണം എന്നുള്ള ആഗ്രഹം വെച്ച് നടക്കുന്ന ആളുകളോട് പ്രവാചകൻ ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ധനവാനാകാനുള്ള അല്ലെങ്കിൽ ഐശ്വര്യമുണ്ടാകാനുള്ള ഒരു ഒറ്റമൂലി, ഒരു ടിപ്പ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇന്ന് പ്രത്യേകിച്ചും പ്രവാചകൻ ജനിച്ച മാസമാണിത്. അപ്പോൾ മനുഷ്യർക്ക് മൊത്തത്തിൽ വന്നിട്ടുള്ള ഒരു ദൈവദൂതനാണ് അദ്ദേഹം. അതുകൊണ്ട് ഈ ഉപദേശങ്ങളൊക്കെ മൊത്തം മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള, ഒരു പ്രത്യേക വിഭാഗത്തിനോ പ്രത്യേക സമുദായത്തിനോ വേണ്ടിയിട്ടില്ല, മൊത്തം മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളത്. പ്രവാചകൻ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വർലാ ബിമാ ഖസമല്ലാഹു ലകുൻ അഗ്നന്നാസ്. ദൈവം എന്താണോ നിനക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത് അതിൽ നീ സംതൃപ്തി അടയുക, ഏറ്റവും വലിയ ധനവാനായി നിനക്ക് മാറാൻ പറ്റുമെന്ന്. എന്താണോ ദൈവം നമുക്ക് തന്നിട്ടുള്ളത് അതിൽ നമ്മൾ സംതൃപ്തി അടയുക. കൂടുതലുള്ളവനിലേക്ക് നോക്കാതെ, മറ്റ് പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. നീ നിന്നിൽ നിന്നും ഏറ്റവും താഴ്ന്നവനിലേക്ക് നോക്കുക. അപ്പോൾ ദൈവം നിനക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നിനക്ക് നന്ദി പ്രകടിപ്പിക്കാൻ കഴിയുമെന്നുള്ള. അതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഖുർആനിൻ്റെ ഒരു വാക്യമുണ്ട്. ലഇൻ ശക്കർത്തും ല അസീദന്നക്കും എന്നാണ് സൂറത്തുൽ ഇബ്രാഹിമിൽ നമുക്കത് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ, നിനക്ക് നൽകിയതിൽ നീ നന്ദി കാണിച്ചാൽ ല അസീദന്നക്കും, നിനക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ച് തരിക തന്നെ ചെയ്യും എന്ന് ദൈവം തമ്പുരാൻ ഉറപ്പ് നൽകിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമുക്ക് ഉള്ള അനുഗ്രഹങ്ങൾ, ഉള്ള ആരോഗ്യം, ഉള്ള സൗകര്യം, ഉള്ള സൗന്ദര്യം, ഉള്ള വിഭവങ്ങൾ, അതുകൊണ്ട് നമ്മൾ സംതൃപ്തി അടഞ്ഞുകൊണ്ട് ഇതുകൊണ്ട് ഞാൻ എന്തൊക്കെ ഈ ലോകത്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെ എനിക്ക് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഞാൻ ഇതിന് നന്ദി കാണിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു നന്ദി ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ, നമ്മുടെ ആരോഗ്യം ദൈവം തന്നത് അത് വർദ്ധിക്കും, നമുക്കുള്ള സമ്പാദ്യം അതിൽ നമുക്ക് കൂടുതൽ ഐശ്വര്യം തരും പഠിച്ച തമ്പുരാൻ. അത് എല്ലാവർക്കും ഈ ഐശ്വര്യവും ആരോഗ്യവും എല്ലാവിധ സമ്പാദ്യമൊക്കെ ദൈവം വർധനവ് നൽകുന്നതാണ് എന്നാണ് ഈ പറഞ്ഞ വാക്യങ്ങളിലൂടെ, പ്രവാചകൻ്റെ വാക്യത്തിലൂടെ, വേദവാക്യമായ വിശുദ്ധ ഖുർആൻ്റെ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് എല്ലാവർക്കും ബാധകമാണ്. പ്രത്യേക ഒരു സമൂഹത്തിനോ പ്രത്യേക ഒരു സമുദായത്തിനോ പ്രത്യേക ഒരു ജാതിക്കോ ഒരു മതത്തിനോ അല്ല, മൊത്തം മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശമാണിത്. ഈ സന്ദേശം നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ ചാനൽ നിങ്ങൾ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദൈവം എല്ലാവരെയും ഐശ്വര്യവാന്മാരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.